ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെയർ ക്ലിപ്സുകൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഫസ്സി ആയിട്ടുള്ള ഹെയർ ക്ലിപ്സുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ല എന്താ പറയുക, നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചിങ് ത്രെഡ് ഉണ്ടാവുമല്ലോ, ആ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഫസ്സി ആയിട്ടുള്ള ഹെയർ ക്ലിപ്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഹെയർ ക്ലിപ്സ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ സമയത്തിനുള്ളിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി ഒന്നും മെറ്റീരിയൽസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ മേക്കിംഗ് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ രണ്ട് ആയുധങ്ങളാണ് വേണ്ടത് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലേഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബ്ലേഡിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ഇപ്പോൾ ഇതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു നൂലിൻ്റെ ഒരു കഷ്ണം ഇതുപോലെ എടുത്ത് വെക്കണം കേട്ടോ. കുറച്ച് ലെങ്ത്തിലായിട്ട് അതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2-3 തവണ നല്ല മൂർച്ചുള്ള ബ്ലേഡ് എടുക്കുമ്പോൾ ഒരു 3 ടൈം ചെയ്യുമ്പോൾ തന്നെ, 3 ടൈമിൻ്റെ ആവശ്യമില്ല, 2 ടൈം ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ ബ്ലേഡിന് മൂർച്ച കുറഞ്ഞത് കാരണം കേട്ടോ ഇതുപോലെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇനി നീറ്റായിട്ട് കിട്ടില്ല എന്നൊന്നും വിചാരിക്കണ്ട. വളരെ സിമ്പിളാണ് കാര്യം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ത്രെഡിന് അത്ര ചെറിയ പൈസയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നണ്ട. നിങ്ങൾക്ക് ഒരു തവണ തന്നെ ചെയ്യുമ്പോൾ, 1-2 തവണ ചെയ്യുമ്പോൾ ഫുള്ളും നല്ല നീറ്റായിട്ട് ഒരേ ലെവലിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നീറ്റാക്കി എടുക്കട്ടെ കേട്ടോ. എൻ്റെ അത് കുറച്ചൊരു അത്രയും വൃത്തിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്ലേഡിൽ ചെയ്യുമ്പോൾ ഒന്നുപോലും വേസ്റ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല നീറ്റായിട്ട് ഒട്ടും ത്രെഡ് കളയേണ്ട ആവശ്യമൊന്നും വരില്ല, നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലുള്ളൊരു നൂലിൻ്റെ കഷ്ണം ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഇനി നമ്മുടെ കോമ്പ് വെച്ചിട്ട് 2 സൈഡിലോട്ടുമായിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലൊരു ഫസ്സി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ വളരെ രസമാണ് കാണാൻ. നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ക്ലിപ്പാണ് കേട്ടോ ഇത്, ഈ ഒരു ത്രെഡ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ. ഈ 2 സൈഡിൽ വരുന്ന പിന്നെ എന്താ പറയുക, ഒരു ഷേപ്പ്ലെസ് ആയിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ല കറക്റ്റാക്കിയിട്ട് ഓർഡറിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇച്ചിരി സമയം മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതിനെ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ 2 സൈഡ് വശങ്ങളും ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഈ ഒരു സ്റ്റോൺ ഷീറ്റ് വെച്ച് കൊടുക്കണം. ഈ സ്റ്റോൺ ഷീറ്റ് ഞാൻ മുഴുവനായിട്ട് വെക്കുന്നില്ല. താഴെ ഒരു വശത്ത് കുറച്ച് നമ്മുടെ ക്ലിപ്പ് വെക്കാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു മെഷർമെൻറ്റ് മാത്രം എടുത്തിട്ട് ഈ ഒരു സ്റ്റോൺ ഷീറ്റ് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മിഡിൽ ഭാഗത്തോട്ടായിട്ട്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ താഴെ വരുന്ന ഭാഗത്ത് നമ്മുടെ ടിക് ടാക് ക്ലിപ്പാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നൂല് ആയത് കാരണം തന്നെ നന്നായിട്ട് ഒട്ടുന്നുണ്ട്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടി വരുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ മുകളിലോട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം വെക്കുന്നുണ്ട്. നമ്മുടെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിൽ ഞാൻ ഇവിടെ ഈ ത്രെഡ് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ 3 കളർ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നടുഭാഗത്തൂടെ നമുക്ക് സാറ്റിൻ്റെ റിബണ് വെച്ചിട്ട് 2-3-4 തവണ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, അതായത് ചുറ്റിയെടുക്കാം. അപ്പോൾ അതുപോലെ ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡിലും ചെയ്യാം കേട്ടോ. ഇതേ കാര്യം തന്നെ ഹെയർ ബാൻഡിലും ചെയ്തെടുക്കാം. അപ്പോൾ താഴെ അലിഗേറ്റർ ക്ലിപ്പ് വെക്കണം. അപ്പോൾ ഞാൻ ആ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഈ സാറ്റിൻ്റെ റിബൺ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം, ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ആ ക്ലിപ്പൊന്ന് പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചിട്ട് പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിനെ നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് പുറത്തോട്ട് എടുത്താൽ മതി.
അപ്പോൾ സിമ്പിളാണ് പരിപാടി. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഇതുപോലെ എടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന ആ സാറ്റിൻ്റെ റിബൺ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലോട്ടും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് നല്ലതായിട്ടൊന്ന് ഒട്ടി കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തത് അലിഗേറ്റർ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കെട്ടിക്കൊടുത്തതേ ഉള്ളൂ. ഗ്ലൂ കൂടി ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല ഉറപ്പ് വരത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോരും. അതുകൊണ്ട് ഗ്ലൂ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് സ്റ്റോൺ ഷീറ്റ് വെച്ച് കൊടുക്കണം. സ്റ്റോൺ ഷീറ്റ് നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അതിനാവശ്യമുള്ള സൈസ് കട്ട് ചെയ്യുക കേട്ടോ, ലെങ്ത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. നല്ല ഫസ്സി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലിപ്പാണ്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലിപ്പും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് നല്ല നൂല് വാങ്ങിച്ചിട്ട് ചെയ്യാൻ മടിയുണ്ടെന്നെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും അങ്ങനെ ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന നൂലുണ്ടാവുമല്ലോ. അപ്പോൾ നൂലെന്ന് വെച്ചാൽ ഒരു ത്രെഡിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള ത്രെഡ് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല മൂർച്ചുള്ള ബ്ലേഡ് എടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ മുറിച്ച് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വാങ്ങിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ക്ലിപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ സമയത്തിനുള്ള നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഫസ്സി ആയിട്ടുള്ള ഐറ്റമാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലുള്ള ട്രൈ കളറിൽ വെച്ചിട്ടുള്ള ഹെഡ് ബാൻഡൊക്കെ ചെയ്ത് നോക്കണം. തുടക്കക്കാർക്ക് നല്ലൊരു അവസരമാണ്. അപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങണം. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്